ഹായ് ഓൾ. അപ്പോൾ നിങ്ങളുടെ +1 ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കറിയാം എല്ലാവരും ഒരു ചിൽ മോഡിലിരിക്കുകയാണ്. കാരണം +1 ബോർഡ് എക്സാം ഒന്നും ഇല്ല. അപ്പോൾ കുറച്ചൊക്കെ പഠിക്കാം, കുറേ കുഴപ്പം, എന്നിട്ട് +2 ചെന്നിട്ട് എന്ത് ചെയ്യാം, എല്ലാം അടിപൊളിയായിട്ട് പഠിക്കാം എന്നുള്ളൊരു തോട്ടിലിരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ പറ്റില്ല. കാരണം +1 നമ്മൾ ഫുൾ ബേസിക്സ് പഠിക്കുന്നത്. അപ്പോൾ ബേസ് സെറ്റ് ആയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചാപ്റ്റേഴ്സ് +2 പഠിക്കുന്നത്. അപ്പോൾ +1 പഠിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം മുതൽ പഠിച്ചു തുടങ്ങേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ സൈലത്തിൻ്റെ അഗ്നി ബാച്ച്. അപ്പോൾ നമ്മളുടെ അഗ്നി ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ എന്താണ്, ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ സ്ലൈഡ്സും നോട്ട്സും ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും കിട്ടും. അതായത് ഇപ്പം ഒരു ചാപ്റ്റർ ഇപ്പം നമ്മൾ ഒരു 5-6 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ഓരോ പാർട്ടിനും നിങ്ങൾക്ക് എന്ത് കിട്ടും, DPP കിട്ടും. അപ്പോൾ എന്താണ് ഈ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ, MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ DPP ആയിട്ട് തരുന്നുണ്ടാവുക. അപ്പോൾ ഈ DPP പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പറ്റും, സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യും, ബോർഡ് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു ചാപ്റ്ററിൽ നിന്ന് DPP-യിലൂടെ തന്നെ പഠിക്കുന്നത്. ഇനിയിപ്പം ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ടെസ്റ്റ് ഉണ്ടാവും അല്ലേ. അതായത് ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും ഓരോ ചാപ്റ്റർ കഴിയുമ്പം. പിന്നെ മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. അപ്പോൾ എന്താണ് ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു മൊഡ്യൂൾ എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പോൾ മൊഡ്യൂൾ എക്സാം കഴിഞ്ഞ് അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ബോർഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ മോഡൽ എക്സാംസ് നടത്തും. നമ്മുടെ CBSE ബോർഡ്സിൻ്റെ സിമിലർ പാറ്റേണിലായിരിക്കും നമ്മൾ ബോർഡ് എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ എക്സാംസിനോടുള്ളൊരു പേടി ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് മുഴുവൻ മാറ്റാനാണ് നമ്മൾ ഇത്രയും അധികം എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബോർഡ്സിന് പോകുന്നത്. അപ്പോൾ ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഫുൾ സിലബസ് കവർ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, റിവിഷൻ നല്ലോണം ചെയ്യണം അല്ലേ. അപ്പോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനും എന്ത് കിട്ടും, അതിൻ്റെ ഇൻസ്റ്റാ ലേണും മൈൻഡ് മാപ്പും കിട്ടും. അപ്പോൾ മൈൻഡ് മാപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് നോക്കിക്കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റർ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ നിന്ന് റിവൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അഗ്നി ബാച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഇനിയും ലേറ്റ് ആക്കരുത്. കാരണം ഓൾറെഡി നമ്മുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കെമിസ്ട്രി ഒക്കെ ഒരു ചാപ്റ്റർ ഒക്കെ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അഗ്നി ബാച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും ലേറ്റ് ആക്കരുത്. ഓൾറെഡി ബാച്ചിൽ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് ബാച്ചിൽ കാണാം.